ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ജാലിയിലേക്ക് കടന്നു വരുവിൻ. ആമേൻ. മത്തായി എഴുതിയ സുവിശേഷം 6:6 ആമേൻ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ഇന്ന് രാത്രികാലം ഭാരത്തോടെ, വേദനയോടെ, പ്രശ്നത്തോടെ ഇരിക്കുന്ന പ്രിയ കുടുംബങ്ങളെ, പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനം പറയുക. നീ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, നീ ഫസ്റ്റ് നിൻ്റെ പ്രശ്നങ്ങളെ കണ്ട് ഭയന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, നടുങ്ങിപ്പോകാതെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് കണ്ണുനീരോടെ, വേദനയോടെ അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവീക കരുതലും ദൈവിക സംരക്ഷണവും നിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് ആമേൻ, നിൻ്റെ ഹൃദയമാകുന്ന അറ സകല ചിന്തകളെ മാറ്റിവിട്ട്, സകല നനവുകളെ മാറ്റിവിട്ട്, ഹൃദയമാകുന്ന അറ കർത്താവും നീ മാത്രമാകട്ടെ. ആമേൻ. നിൻ്റെ ഹൃദയത്തിൽ കർത്താവും നീ മാത്രമാകട്ടെ. നീ ആ ഒരു ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, നിൻ്റെ പിതാവിനോട് ആമേൻ സ്തോത്രം, യഹോവയായ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനിടത്തിലിരുന്ന് ഒരു വലിയ അത്ഭുതമായ വിടുതൽ നിൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനം പറയുക, രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിൻ്റെ വേദന കാണുന്ന ദൈവം നിനക്ക് പ്രതിഫലം തന്ന് നിന്നെ ഉയർത്തുവാൻ ശക്തനാണ്. ഹന്ന രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് അവളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ഇറങ്ങിയതുപോലെ പ്രിയ ജനമേ, ഇന്ന് രാത്രികാലം വചനപ്രകാരം നിൻ്റെ പ്രശ്നങ്ങളും വേദനകളെയും കണ്ട് നീ ഭയപ്പെടാതെ ദൈവസന്നിധി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു നോക്ക്. കർത്താവ് അത്ഭുതകരമായി നിന്നെ വിടിവിക്കുവാൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ട പ്രിയ കുടുംബങ്ങളെല്ലാം നീ അനുഗ്രഹിക്കുക. അവരുടെ പ്രതികൂലങ്ങളിൽ നിന്നെല്ലാം അവരെ വിടിവിച്ച് സമാധാനവും നിമ്മതിയും കർത്താവേ സ്തോത്രം ചെയ്യുന്നൊരു സന്തോഷവും ജീവിതത്തിൽ കൊടുത്ത് ഞെരുക്കങ്ങൾ, കടഭാരങ്ങൾ, തലമുറകളെക്കുറിച്ചുള്ള ഭാരങ്ങളെല്ലാം മാറട്ടെ. ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ മൂടണം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.